പൊതുസുരക്ഷയെ മുൻനിർത്തി അടിയന്തര ഓഡിറ്റ് നടത്തുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തിൽ 14,000-ഓളം വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. എല്ലാ സ്ഥാപനങ്ങളിലും ഓഡിറ്റ് നടത്തുന്നതിന് വേണ്ടി ഉള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സമയബന്ധിത പരിപാടികൾക്ക് രൂപം നൽകും. ജൂലൈ മാസം 22 ചൊവ്വാഴ്ച പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം തിരുവനന്തപുരത്ത് ശിക്ഷക് സദനിൽ രാവിലെ 9:30 ചേർന്നു. ആ യോഗത്തിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർ, RDD മാർ, AD മാർ, ഡയറ്റ് പ്രിൻസിപ്പൽമാർ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ, ജില്ലാ പ്രോജക്റ്റ് കോർഡിനേറ്റർമാർ, ജില്ലാ പ്രോജക്റ്റ് ഓഫീസർമാർ, ജില്ലാ കൈറ്റ് കോർഡിനേറ്റർമാർ, ജില്ലാ വിദ്യാകരണ കോർഡിനേറ്റർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. എല്ലാം ജില്ലാ നിലവാരത്തിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ. മെയ് 13 സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നൊരുക്കങ്ങൾക്ക് മുന്നോടിയായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കിയ സർക്കുലറിൽ നടന്ന പ്രവർത്തനങ്ങൾ യോഗം വിശകലനം ചെയ്യും. ആ സർക്കുലർ എന്ന് പറയുന്നത് ഏതാണ്ട് 40ഓളം വരുന്ന പോയിന്റുകൾ പറഞ്ഞുകൊണ്ടുള്ള സർക്കുലറാണ് ഇറക്കിയിട്ടുള്ളത്. ആ സർക്കുലർ തന്നെ ഒരു പ്രത്യേകത, സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നു. അത് പറയുന്നത് ഒന്ന്, വൈദ്യുതി ലൈനുകൾ നമ്മുടെ ഒരു കാരണവശാലും ഘട്ടത്തിൻ്റെ മുകളിൽ കൂടെ പോകാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ അതിൻ്റെ സമീപ പ്രദേശത്ത് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതുപോലെ സ്റ്റേ നമ്മൾ പോസ്റ്റിൽ നിന്ന് സ്റ്റേ കിട്ടുന്ന ലൈൻ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് വേണ്ട രൂപത്തിൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും കൈകാര്യം ചെയ്തതെന്നെ സംബന്ധിച്ചിടത്തോളം സംശയമുണ്ട്. ഇപ്പോൾ കൊല്ലത്ത് നടന്ന സംഭവത്തിൽ അന്ന് AE അവിടെ ഇല്ലായിരുന്നു. അന്ന് AEയുടെ ചുമതല ഉണ്ടായിരുന്ന AED ഉദ്യോഗസ്ഥന്മാരെയും വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. നടപടി സ്വീകരിക്കുന്നതിന് HMനെ മാത്രം ബലിയാടാക്കി എന്നുള്ള നിലയിൽ ചില പത്രവാർത്തകൾ വന്നിട്ടുണ്ട്. അത് ശരിയല്ല. AEക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മാനേജ്മെന്റിന് 3 ദിവസത്തിനകം മറുപടി നൽകുന്നതിന് വേണ്ടിയുള്ള നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ കുടുംബത്തെ സഹായിക്കണമെന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെയും വകുപ്പിന്റെയും നിർദ്ദേശം ഏറെക്കുറെ മാനേജ്മെന്റ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. 10 ലക്ഷം രൂപ അവർ കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ആ കുടുംബത്തിന്റെ അവസ്ഥ കണ്ടാൽ ഇതൊന്നും ഒരു സഹായമല്ല. അതുകൊണ്ട് മാനേജ്മെന്റ് ഒന്നുകൂടെ ആലോചിക്കേണ്ടത്, ആ സ്കൂളിൽ കുട്ടിയുടെ മകന്റെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കോ ഒരാൾക്കോ ഒരു ജോലിയും കൂടെ കൊടുത്താൽ അവർക്ക് ഒരു വരുമാനമായി മാറും. ആ വീട് എന്ന് കണ്ടാൽ വളരെ ദയനീയമാണ്. നമ്മുടെ ബോർഡെല്ലാം ഉണ്ടല്ലോ, നമ്മൾ ബോർഡൊക്കെ വെച്ചിട്ട് നമ്മുടെ പരസ്യത്തിന് വേണ്ടി എഴുതി വയ്ക്കുന്ന ഫ്ലെക്സ് ബോർഡ്, ആ ബോർഡ് വെച്ച് മറച്ചൊക്കെയാണ് ആ വീടിൻ്റെ സ്ഥിതി എന്ന് പറയാം. അപ്പം എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ വകയായി ഒരു 20 ലക്ഷത്തിന് താഴെയുള്ള ഒരു നല്ല വീട് വെച്ച് കൊടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനിന്നലെ അവരുടെ മോർച്ചറിയിൽ ഞാൻ പോയിരുന്നു. വളരെ ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചയാണ്. അത് കഴിഞ്ഞ ശേഷം അവരുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു. ചില രാഷ്ട്രീയ പാർട്ടികളും ചില സംഘടനകളും ഒക്കെ അവിടെ വരുന്ന പൊതുപ്രവർത്തകരെ തടയുമെന്നും കരിക്കൊടി കാണിക്കുമെന്നൊക്കെ പ്രഖ്യാപനം ഉണ്ടായിട്ട് പോലും ആ സ്കൂളിലും ഞങ്ങൾ പോയി. അവർ കരിക്കൊടിയൊക്കെ കാണിച്ച് വാഹനത്തൊക്കെ തടയുന്നതിന് വേണ്ടി തയ്യാറായി. ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ കരിക്കൊടി കാണിച്ച് തടയുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് എന്ത് രാഷ്ട്രീയ നിലപാടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും
അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതില് ജൂലൈ മാസം 25 മുതൽ 31 വരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ സ്കൂളുകളിൽ നേരിട്ട് പരിശോധന നടത്തണം. നേരിട്ട് പോകണം. ജൂലൈ മാസം 25 മുതൽ 31 വരെയുള്ള തീയതിക്കുണ്ട്. ഈ പരിശോധന നടത്തുന്നോ എന്നുള്ളവരും നിരീക്ഷിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിലെ വിജിലൻസ് ടീമിനെ ചുമതലപ്പെടുന്നു. അപ്പോൾ ഇതിൽ 7 പേരുള്ള ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ DD, RDD, AD, DO, AIO, അധ്യാപന കോർഡിനേറ്റർ, BRC ഉദ്യോഗസ്ഥർ, 6 ഡയറ്റ് പ്രിൻസിപ്പൾ, 7 ഉദ്യോഗസ്ഥന്മാരുണ്ട്. 7 ഗ്രൂപ്പായി മാറും. ഒരു ജില്ലയിൽ 7 ഗ്രൂപ്പായി മാറും. അതിനാവശ്യമുള്ള ഉദ്യോഗസ്ഥന്മാർ അവർക്ക് തന്നെ എടുക്കാം. എന്നിട്ട് ഓരോ ഗ്രൂപ്പുകാരും ഒരു ദിവസം അവർക്ക് ചെയ്യാൻ കഴിയുന്ന മാക്സിമം പിന്നെ സ്കൂളിലെത്തി പോകണം. ഈ 7 ഗ്രൂപ്പ്. അപ്പോൾ ഏതാണ്ട് ഒരു ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാ സ്കൂളുകളിലും പോകാൻ വേണ്ടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്കൂൾ സന്ദർശനത്തിൽ മേൽ സൂചിപ്പിച്ച വകുപ്പ് തലവന്മാരുടെ ഗ്രൂപ്പിൽ കുറഞ്ഞത് 3 പേരുണ്ടാവണം. അവരെ സഹായിക്കാൻ വേണ്ടി 3 പേര് കൂടെ ഉണ്ടാകും. വർക്കിംഗ് ടേബിൾ ഏരിയ നിശ്ചയിച്ച് പരിശോധന നടത്തി റിപ്പോർട്ട് നൽകേണ്ടതാണ്. ആഗസ്റ്റ് മാസം 12-ാം തീയതി രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്ത് ശിക്ഷാസ്ഥാനിൽ വീണ്ടും ഈ യോഗം ചേരും. സംസ്ഥാന സേഫ്റ്റി ആഡിറ്റ് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ യോഗം ചേരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാർ. DD, RDD, DO, AIO, അങ്ങനെയൊക്കെ ഞാൻ 7 പേര് പറഞ്ഞല്ലോ. ആ യോഗം വീണ്ടും ചെയ്യും. ചേർന്ന ശേഷം അവരവിടെ പ്രസന്റ് ചെയ്യണം ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച്. ആഗസ്റ്റ് 12 നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്ന കാര്യമല്ല. നമുക്ക് പെട്ടെന്ന് കാര്യം നീട്ടിക്കൊണ്ട് പോകാൻ. എയ്ഡഡ് സ്കൂൾ ഇപ്പം 7 സ്കൂളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അൺഎയ്ഡഡ് സ്കൂളിലേക്ക് നമ്മൾ ഇത് കഴിഞ്ഞിട്ടില്ല. കാരണം അൺഎയ്ഡഡ് സ്കൂളുകളും പല സ്ഥലങ്ങളിലും വാടകയ്ക്കടുത്ത് ഭീമമായ പിന്നെ ഫീസും വാങ്ങി ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. 2020 മെയ് മാസം 13-ന് ഇറക്കിയ സർക്കുലറിൽ പറഞ്ഞ 35 കാര്യങ്ങൾ 2020 മെയ് മാസം 13-ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ഉണ്ടായിരുന്നു. 13-നല്ല, അതിന് മുമ്പ് ഈ സ്കൂൾ സുരക്ഷയെ സംബന്ധിച്ചിടത്ത് ആലോചിക്കുന്നുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ചേർത്തുള്ള യോഗമായിരുന്നു. ആ യോഗത്തിൻ്റെ കൂടെ തീരുമാനം വെച്ചുകൊണ്ടാണ് 35 വിഷയങ്ങൾ പരിശോധിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് റെഡിയാക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുണ്ടായിട്ടില്ല. അത് പലരും അത്യാവശ്യം തൂത്തുവാരി. അത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുക. വയനാട്ടിലെ ഒരു കുട്ടിയെ പാമ്പ് കടിച്ച് മരിച്ചതിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്കൂൾ ക്ലാസ് റൂം 2 മാസക്കാലമൊക്കെ അടച്ചിട്ടൊക്കെയാണ്. അടച്ചിട്ടുള്ള അവസരത്തിൽ അവിടെ ഈ ക്ലാസ്സിനകത്തുള്ള കുഴിയോ അല്ലെങ്കിൽ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയെല്ലാം ഇഴജന്തുക്കൾ വന്ന് താമസിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുപോലും നമ്മൾ നോക്കി പരിശോധിക്കണമെന്നുള്ള നിലയിൽ അത്ര ഇതായിട്ടാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് കുട്ടികളുടെ ജീവൻ വെച്ച് ഈ കാര്യങ്ങൾ ചെയ്യാതെ ജീവൻ വെച്ച് ബന്ധാടുന്ന ഉദ്യോഗസ്ഥന്മാരെ കഷ്ട നിലപാട് തന്നെ എടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ആ സംഭവത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള HM മാത്രമല്ല അവിടുത്തെ AIOയ്ക്കും അന്ന് ചുമതലയുണ്ടായിരുന്ന AIOയ്ക്ക് നോട്ടീസ് കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഇപ്പം പിന്നെ ഇതിപ്പോൾ ഏത് സ്ഥലത്ത് ചെറിയൊരു സംഭവം ഉണ്ടായാലും ഇപ്പം 5000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് സ്കൂൾ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം. ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇത് കാണുന്നതിന് വേണ്ടിയില്ല. ഇത്രയധികം അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കെട്ടിടങ്ങൾ, ലിഫ്റ്റ്, മോഡേൺ ലിഫ്റ്റ്,
എയർ കണ്ടീഷൻ റൂംസ് 45,000 റൂംസ് എന്ന് പറയുന്നത് പിന്നെ എന്താ ആധുനിക രീതിയിലുള്ള റൂംസാണ്. നമ്മുടെ സാങ്കേതിക വിദ്യയിൽ നിന്നുള്ള റൂംസാണ് 45,000 വരുന്ന റൂംസ്. വരാൻ പോകുന്ന 6-7 മാസക്കാലം കൊണ്ട് ബാക്കി റൂമുകളും അതേപോലെ ആക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് 14,000 സ്കൂളുണ്ടെന്നുള്ള നമ്മൾ കാണണം. 14,000 സ്കൂളുകളിലും പുതിയ കെട്ടിടം ആയിട്ടില്ല. പിന്നെ ഒരു ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത് പുതിയ സ്കൂള് കെട്ടി അല്ലെങ്കിൽ കെട്ടാൻ പോകുന്നു. പഴയതിനെ പൊളിച്ചിട്ടല്ലേ കെട്ടാൻ വേണ്ടി പറ്റുള്ളൂ. അതിന് ഒരുപാട് നൂലാമാലമായിട്ടുള്ള നടപടികളാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇത് അതിവേഗം ഈ കാര്യങ്ങൾ ഇടപെടേണ്ടത്. അതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാർ ഒരു വിദ്യാലയമാണ് സ്കൂൾ കെട്ടിടം പുതിയതായിട്ട് കെട്ടണമെങ്കിൽ ഞങ്ങൾ അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു പുതിയ കെട്ടിടം കെട്ടിക്കഴിഞ്ഞു, ഇനി പഴയ കെട്ടിടം പൊളിക്കണമെങ്കിലും ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ഉടനെ ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതി അവർക്ക് ഇല്ല എന്നുള്ളതാണ്. പരക്കെ എന്നല്ല, പൊതുവിൽ ഉണ്ട് എന്നുള്ള സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് പിന്നെ ആരും പിന്നെ ധൈര്യപ്പെട്ട് പൊളിക്കാൻ വേണ്ടി ധൈര്യം കാണിക്കുന്നില്ല. ആലപ്പുഴ കാർത്തികപ്പള്ളി സർക്കാർ UP സ്കൂളിലെ കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു വീണ കാര്യം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. സ്കൂളിന്റെ മുൻഭാഗത്തുള്ള അൺഫിറ്റായിട്ടുള്ള കെട്ടിടത്തിന്റെ ഓടും മേൽക്കൂരയുമാണ് അടർന്നു വീണത്. യഥാർത്ഥത്തിൽ പിന്നെ അൺഫിറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊളിച്ചു മാറ്റേണ്ടതാണ്. അവിടെ വെച്ചോണ്ടിരിക്കേണ്ടതല്ല. കെട്ടിടത്തിന്റെ ക്ലാസ് നടക്കുന്നില്ല എന്നതാണ് ഹെഡ് മാസ്റ്റർ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ വർഷം മുതൽ എല്ലാ മാസവും പരീക്ഷ നടത്തുകയാണ്. ഇതിപ്പോൾ സ്കൂൾ തുറന്ന ശേഷം 1ാം പാദ വാർഷിക പരീക്ഷ, SSLC പരീക്ഷയുടെയും ഹയർ സെക്കൻഡറി പരീക്ഷയുടെയും റിസൾട്ട് പ്രത്യേകത 99.5% വരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വിജയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാറുണ്ട്. സ്കൂൾ സമയമാറ്റ ചർച്ചയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഈ സ്കൂൾ സമയമാറ്റം ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിയല്ല, മന്ത്രി അതിന് ഉത്തരവാദിയല്ല. നമ്മുടെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിലും ചട്ടത്തിലും ഒക്കെ തന്നെ പറയുന്നത് 220 ദിവസം എന്നുള്ള നിലയിലാണ് പറയുന്നത്. പക്ഷെ ഞാൻ മന്ത്രിയായി വന്ന അവസരത്തിൽ ഒരു 190 ദിവസമൊക്കെ കുട്ടികൾ കിട്ടുന്നുള്ളൂ. അങ്ങനെ അത് ഞാൻ 205 ദിവസമായിട്ട് മാറ്റി. ആ 205 ദിവസമായിട്ട് മാറ്റിയപ്പോൾ അതിന് അധ്യാപക സംഘടനകളെല്ലാം സമരമായിട്ടു. അത് പിന്നെ ചർച്ച 198 ദിവസമാക്കി മാറ്റി. അപ്പൊ അതിനെ തുടർന്ന് നമ്മുടെ എറണാകുളത്തുള്ള ഒരു എയ്ഡഡ് മാനേജ്മെന്റ്, അതിന്റെ പേര് പെട്ടെന്ന് ഓർമ്മിക്കുന്നില്ല, എയ്ഡഡ് മാനേജ്മെന്റ് കോടതിയിൽ കേസായിട്ട് പോയി. ഇബനീസർ സ്കൂൾ കോടതി പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ആക്ടിലും പിന്നെ നിയമത്തിലൊക്കെ പറയുന്നതൊന്നും ലംഘിക്കാൻ പറ്റില്ല, നിങ്ങളൊരു കമ്മീഷൻ വയ്ക്കാൻ പറ്റും. ഒരു ഉന്നതല്ല വിദ്യാഭ്യാസ കമ്മീഷൻ വെച്ചിട്ട് അവരുടെ റിപ്പോർട്ട് കൊണ്ടുവരാം. അങ്ങനെ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നു. റിപ്പോർട്ട് കൊണ്ടുവന്നപ്പോൾ അവര് LP UP സമയമാറ്റം പറഞ്ഞിട്ടേ ഇല്ല. അത് തെറ്റിദ്ധരിച്ചാണല്ലോ പറയുന്നത്. ഈ പ്രതിഷേധിച്ചവർക്ക് പോലും ആ ഒരു അറിയില്ല. 8, 9, 10 ക്ലാസ്സിലത്തേക്കാണ് രാവിലെ 15 മിനിറ്റ്, ഉച്ചശേഷം 15 മിനിറ്റ് ബന്ധിപ്പിച്ചിട്ടുള്ളത്.
അപ്പൊ അത് സെറ്റ് നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് സമുദായ സംഘടനകളും ജാതി സംഘടനകളും പല സമൂഹങ്ങളുള്ള ആണ്. അവരുടെയൊക്കെ സൗകര്യം നോക്കി നമുക്ക് വിദ്യാർത്ഥികളുടെ പരീക്ഷാ സമയവും അല്ലാതെയുള്ള സമയമൊന്നും നമുക്ക് നിജപ്പെടുത്തുന്നതിന് വേണ്ടി കഴിയില്ല. ഇപ്പോൾ ഞാൻ മന്ത്രിയായി വന്ന ഉടനെ തന്നെ ഒരു കൂട്ടർ വന്നു, ശനിയാഴ്ച പരീക്ഷ പാടില്ല. എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ കൂട്ടർ ശനിയാഴ്ച പേപ്പറും പേനയും തൊടില്ല, അതുകൊണ്ട് പരീക്ഷ എടുത്താൽ പിന്നെ അത് നടത്താൻ അത് ബുദ്ധിമുട്ടാണെന്നുള്ള നിലയിലുള്ള നിലപാട് തന്നെ സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാണ്. ഇപ്പോൾ കേന്ദ്രീയ വിദ്യാലയം കേരളത്തിൽ 7 മണിക്ക് 8 മണിക്കുള്ളിൽ ക്ലാസ് ആരംഭിക്കുന്നത്. മലപ്പുറത്ത് ഡോക്ടർ ഗഫൂർ നടത്തുന്ന വിദ്യാലയങ്ങൾ അവിടെ 9 മണിക്കുള്ളിൽ ക്ലാസ് ആരംഭിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ നമ്മുടെ തന്നെ സ്കൂള് 10 ഉണ്ട്, അവിടെ രാവിലെ 8 മണിക്കാണ് ക്ലാസ് ആരംഭിക്കുന്നത്, 7 മണിക്കാണ് ക്ലാസ് ആരംഭിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ ഗവൺമെന്റ് നടത്തുന്ന സ്ഥലത്ത് അപ്പൊ അതെല്ലാം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂൾ സമയമാറ്റത്തെ സംബന്ധിച്ച് സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളുമായി ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30 തിരുവനന്തപുരത്ത് വെച്ച് ചർച്ച നടക്കുന്നതാണ്. നിലവിലെ സമയക്രമം സംബന്ധിച്ച് തീരുമാനം എടുക്കാനുണ്ടായ സാഹചര്യം യോഗത്തിൽ വിശദീകരിക്കും. എല്ലാവരുടെയും സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അധ്യാപകരുടെ യോഗം കൂടി ഒക്കെ ഇതെല്ലാം അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ചൈൻ പറ്റിയതിന്റെ ഉണ്ടായിട്ടില്ല. ഇന്നലെ ഞാൻ അവിടെ ട്രിവാൻഡ്രത്ത് ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം ഞാൻ തിരുവനന്തപുരം ജില്ലാ മന്ത്രിയുടെ ചുമതലയും കൂടെ ഉള്ളതാണ്. ചില മാധ്യമങ്ങൾ പക്ഷപാതപരമായും രാഷ്ട്രീയ മനസ്സോടുകൂടിയും പെരുമാറുന്നു എന്നുള്ളത് ഇന്നത്തെ പത്രം എടുത്ത് വായിച്ചു നോക്കി എല്ലാവരും സമയം. വിതിര തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രദേശമാണ് വിതിര എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പേഷ്യന്റിനെ കൊണ്ടുപോയി. ആ പേഷ്യന്റ് ആദിവാസി യുവാവാണ്, ബിനു എന്നാണ് ആ പേഷ്യന്റെ പേര്. വിതിര താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഈ ബിനുവിന് അസുഖം സീരിയസ് ആയതുകൊണ്ട് ആംബുലൻസിനെ യൂത്ത് കോൺഗ്രസ്സുകാർ തടഞ്ഞു. അങ്ങനെ ലോകത്ത് യുദ്ധമുന്നണിയിൽ പോലും ഇല്ലാത്ത കാര്യമാണ്. യുദ്ധമുന്നണിയിൽ പോലും ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി റെഡ് ക്രോസ് സൊസൈറ്റിയോ അതേപോലുള്ള സന്നദ്ധ സമാധാന പ്രസ്ഥാനങ്ങൾ ആൾക്കാരെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ എത്ര ശത്രുക്കളാണെന്ന് പോലും ഒന്നും ചെയ്യും. യുദ്ധമുന്നണിയിൽ പോലും കാണാത്ത യുദ്ധം ഇപ്പൊ ഈ അടുത്തകാലത്ത് നടന്നിട്ടുള്ള യുദ്ധങ്ങളിൽ പോലും കാണാത്ത നിലയിലുള്ള നിലപാടാണ് യൂത്ത് കോൺഗ്രസ്സുകാർ സ്വീകരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരാണ് ഈ കാര്യം ചെയ്തിരുന്നത്. ഇന്നത്തെ ഞാന് ഗവർണറുടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി എന്റെ നിലപാട് അവിടെ പറഞ്ഞ ശേഷം തിരിച്ചു വന്ന വഴി